ആസാദ് ഗോൾഡൻ ഡയമണ്ട്സ്, ആസാദ് ടവർ, താഴെപ്പാലം, തിരൂർ. തിരൂർ ബ്ലോക്ക് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരവികസന വകുപ്പ് നിർവഹണം നടത്തിയ ക്ഷീര കർഷകർക്ക് കാലിത്തീറ്റ വിതരണം ചെയ്തു. വിതരണോദ്ഘാടനം തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു. തിരൂർ ബ്ലോക്ക് 2023-24 വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ഷീരവികസന വകുപ്പ് നിർവഹണം നടത്തിയ ക്ഷീര കർഷകർക്ക് പാലിന് സബ്സിഡി, കറവ പശുക്കൾക്ക് കാലിത്തീറ്റ എന്നീ പദ്ധതികളുടെ വിതരണോദ്ഘാടനം തിരൂർ ബ്ലോക്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് യു സൈനുദ്ദീൻ നിർവഹിച്ചു. ഇനി റിവിഷൻ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും നടക്കാത്ത പ്രൊജക്ട് ഉണ്ടെങ്കിൽ ആ പണം കൂടി നിങ്ങൾക്ക് നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള തീരുമാനം തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഭരണസമിതി എടുക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് നൽകുക. ഇവിടെ നിരവധി കാര്യങ്ങൾ ഞങ്ങൾ ഈ ക്ഷീര കർഷകരുമായി ബന്ധപ്പെട്ട് അടുത്ത വർഷവും നടപ്പാക്കണമെന്ന് ആലോചനയിലുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ക്ഷീര കർഷകർ ഇന്ന് നേരിടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നമാണ് അവരുടെ പശുക്കളൊക്കെ വളർത്തുമ്പോൾ ചിലർക്കൊക്കെ ബുദ്ധിമുട്ടില്ല, എന്നാൽ പൊതുവിൽ എല്ലാ വീടുകളിലും അയൽവാസികൾക്ക് പ്രശ്നം, ആ വീട്ടുകാർക്ക് തന്നെ പ്രശ്നം, ചാണകം എന്ത് ചെയ്യുമെന്നറിയാത്തൊരു പ്രശ്നം. ആ പ്രശ്നം പരിഹരിക്കുന്നതിന് ചാണകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ കളക്ട് ചെയ്ത് വാഹനം വന്ന് എല്ലാ വീടുകളിൽ നിന്നും സന്നദ്ധരായിട്ടുള്ള വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് ചാണകം തിരൂർ ബ്ലോക്ക് പഞ്ചായത്തിന്റെ എന്താ പറയാ ഒരു ലേബലിൽ, ഒരു പേര്, ഒരു വളമായി, ഒരു ജൈവ വളമായി മാറ്റുന്ന ഒരു വ്യവസായ യൂണിറ്റ് തുടങ്ങാൻ തിരൂർ ബ്ലോക്ക് പഞ്ചായത്ത് ഇപ്പോൾ ആലോചിക്കുന്നു. വൈസ് പ്രസിഡന്റ് പ്രീത പുളിക്കൽ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കുമാരൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഉഷ കാവ്യട്ടിൽ, ഫൗസിയ നാസർ, ഡിഒ മഹേഷ് പി, ഷാജിദ്, ക്ഷീരസംഘം പ്രസിഡന്റുമാരായ പ്രസാദ്, ഷംസുദ്ദീൻ, സൂരജ്, സെക്രട്ടറിമാരായ സിന്ധു, ഹസീന എന്നിവർ സംസാരിച്ചു. 20 ലക്ഷം രൂപയാണ് കർഷകർക്ക് വേണ്ടി ബ്ലോക്ക് പഞ്ചായത്ത് ചെലവഴിച്ചത്.